വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള ഒരു വാട്ടർഫാൾസ് കാണാനാണ്. പതങ്കയം വാട്ടർഫാൾസ് എന്നാണ് അതിൻ്റെ പേര്. ഏകദേശം ഈങ്ങാപ്പുഴയിൽ നിന്നും ഈ പറഞ്ഞ വാട്ടർഫാൾസിലേക്ക് 27 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ കോഴിക്കോട് ഭാഗത്തു നിന്നായാലും വയനാട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ പോലും കോഴഞ്ചേരി നെല്ലിപ്പൊഴി വഴി മാത്രമേ ഈ വാട്ടർഫാൾസിലേക്ക് എത്തുവാനുള്ള ഏക മാർഗം. കോഴഞ്ചേരി മലയോര മേഖലയിൽ നിരവധി വാട്ടർഫാൾസുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ നാം കണ്ടപ്പൻചാൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇത് ഇവിടുത്തെ ആർച്ചുപാലമാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു കുടിയേറ്റ മലയോര ഗ്രാമമാണ് കോഴഞ്ചേരി. താമരശ്ശേരി, തിരുവമ്പാടി, നെല്ലിപ്പൊയിൽ, പുതുപ്പാടി എന്നിവയെല്ലാം അടുത്തുള്ള ഗ്രാമങ്ങളാണ്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഈ റോഡ് മുന്നോട്ട് പോകുന്തോറും ചെങ്കുത്തായ കയറ്റം തന്നെയാണ്. നാം വാഹനത്തിൽ വരികയാണെങ്കിൽ നാം വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം നേരത്തെ കരുതി വേണം. മുന്നോട്ടുള്ള യാത്രയിൽ പെട്രോൾ പമ്പോ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളോ വളരെ കുറവ് തന്നെയാണ്. അങ്ങനെ നാം പതങ്കയം എന്ന് പറഞ്ഞ വാട്ടർഫാൾസിലേക്ക് എത്തി. റോഡിൽ നിന്നും അല്പം മുകളിലേക്ക് കയറി മുന്നോട്ട് പോയതിന് ശേഷം ചെങ്കുത്തായ സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രമേ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ കഴിയുള്ളൂ. അങ്ങനെ പതങ്കയം എന്ന് പറയുന്ന വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തേക്ക് നാം എത്തി. ഈ പതങ്കയം എന്ന് പറയുന്ന വാട്ടർഫാൾസിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ തൂക്കുപാലം തന്നെയാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പതങ്കയത്തിലെ നീരുറവകളെല്ലാം വറ്റിയിരിക്കുകയാണ്. അത് അതിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലവർഷം ആ സമയങ്ങളിലെല്ലാം ഇവിടെ വരികയാണെങ്കിൽ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ ശക്തിയേറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഈ തൂക്കുപാലം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മനുഷ്യർ നടന്നുപോയി ഡാമേജ് സംഭവിച്ചതല്ല. കാലവർഷ സമയത്ത് അതിഭയങ്കരമായ ജലപ്രവാഹങ്ങളും വലിയ വലിയ ഉരുളൻ കല്ലുകളും ഈ പാലത്തിന് മീതെ ഉയർന്നു പോയതുകൊണ്ട് തന്നെ ഈ പാലം അതിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തിപ്പോയി. കൂടാതെ തന്നെ അങ്ങിങ്ങുമായി അല്പം ജലാശയം ഉള്ളതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഭാഗങ്ങളിൽ നാം വന്ന് കുളിക്കുന്നത് അത്ര സേഫല്ല. ചിലർ അവിടെ കുളിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നിരവധി തവണ ഇവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.